റെജി ലൂക്കോസ്, ഇന്നത്തെ പത്രങ്ങൾ, എല്ലാ പത്രങ്ങളും താങ്കൾ കണ്ടിട്ടുണ്ടാകണം. വലിയ തരത്തിലുള്ള തലോടലാണ് മോദിയെയും നിർമ്മലാ സീതാരാമനെയും നടത്തിയിരിക്കുന്നത്. ആദായ നികുതി ഇളവ് 12 ലക്ഷം വരെയുള്ളവർക്ക് ആദായ നികുതി അടയ്ക്കേണ്ട എന്ന തരത്തിൽ വലിയ ആശ്വാസമായി എടുത്തു പറയുകയും ചെയ്യുന്നു. രാജ്യം നേരിടുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്, വിലക്കയറ്റമുണ്ട്, തൊഴിലില്ലായ്മയുണ്ട്. മോദി പറഞ്ഞ 2 കോടി തൊഴിലെവിടെ? രാജ്യത്തെ കർഷകരുടെ അവസ്ഥ എന്താണ്? അവർ നാളുകളായി നടത്തുന്ന സമരത്തിൻ്റെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? മിനിമം താങ്ങുവില പ്രഖ്യാപിക്കണം, അവരുടെ വിളകൾക്ക് കൃത്യമായി വില ലഭിക്കണം. ഇതൊന്നുമില്ലാതെ കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന, പട്ടിണിപ്പാവങ്ങളെ കൂടുതൽ കൂടുതൽ ദരിദ്രരാക്കി മാറ്റുന്ന ആ നയങ്ങളെ പരാമർശിക്കാതെ 12 ലക്ഷത്തിൻ്റെ ആദായ നികുതി എടുത്ത് പറയുകയും ചെയ്യുന്ന മാധ്യമങ്ങളുടെ നിലപാട് കൂടി ഈ സാഹചര്യത്തിൽ പറയേണ്ടതുണ്ട്. എങ്ങനെയാണ് താങ്കൾ ബജറ്റിനെ വിലയിരുത്തുന്നത്? പക്ഷെ വളരെ അത്ഭുതപ്പെടുത്തിയത്, കേരളത്തെ ഒരു ശത്രുരാജ്യമായിട്ട് സാധാരണ ഒരു കാണുന്നുണ്ട്. നമുക്ക് സ്വാഭാവികവും അവരുടെ രാഷ്ട്രീയ ശത്രുത അതിലൂടെ അവർ പ്രകടിപ്പിക്കുന്നു, നമുക്ക് സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കാം. പക്ഷേ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് 12 ലക്ഷം രൂപ ആദായ നികുതി, 12 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് ആദായ നികുതി കൊടുക്കേണ്ടതെന്ന് പറയുന്നത് ഇവർ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആർക്കാണ് അതിന്റെ ഗുണം ലഭിക്കുന്നത്? ഇന്ത്യയിലെ ഏറ്റവും പുതിയതായിട്ട് പുറത്തിറങ്ങിയിരിക്കുന്ന UN ഇൻഡെക്സിൽ ഇന്ത്യയിൽ 16 കോടി ജനങ്ങൾ പട്ടിണിക്കാരാണ്. 16 കോടി ജനങ്ങളിൽ ഈ 16 കോടി ജനങ്ങളെ ബാധിക്കുന്നതാണോ ഈ 12 ലക്ഷം രൂപ അടയ്ക്കാൻ പറയുന്നത്? എന്തൊരു കഷ്ടമാണത്. അതുപോലെ തന്നെ കാർഷിക മേഖലകളിൽ ഇതുപോലത്തെ മോശമായ രീതിയിൽ കാർഷിക മേഖലകളെ അവഗണിച്ച ബഡ്ജറ്റ് കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ ഈ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളതാണ് നമ്മൾ ഇരുത്തി ചിന്തിപ്പിക്കുന്നത്. അതൊരു വലിയ സൂചനയാണ്. അതായത് കേന്ദ്രം നടത്തുന്ന എല്ലാ സാമൂഹ്യ അനീതികൾക്കെതിരെയും കുടപിടിക്കുന്നവരെ മാധ്യമങ്ങളായി മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ. കേരളത്തിലെ ഏറ്റവും ലീഡിംഗ് മാധ്യമങ്ങളോട് നമ്മൾ കണ്ണോടിച്ചാൽ നമുക്ക് കാണുന്നത് കേരളത്തിനെ അവഗണിക്കുന്ന കാര്യത്തിൽ പോലും അവർക്ക് യാതൊരു ഉത്കണ്ഠയില്ല. ഇപ്പൊ ഇന്നലെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി, കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ഒരു പ്രസ്താവന ദേശവ്യാപകമായിട്ട് തന്നെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടിരിക്കുക. എന്താ അദ്ദേഹം പറഞ്ഞത്? കേരളം ഒരു പിന്നോക്ക സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചാൽ സലായി കണ്ടുപിടിക്കുന്നു. അങ്ങനെ ജോർജ് കുര്യൻ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം തകർന്നിരിക്കുന്ന ഒരു സംസ്ഥാനമാണെന്നും ഇവിടെ അല്പം ഇന്ത്യക്ക് മാതൃകയായി, ലോകത്തിന് മാതൃകയായി ഇത് വളർച്ച നേടിയതും സാമ്പത്തിക പുരോഗതി നേടിയതും വിദ്യാഭ്യാസ പുരോഗതി നേടിയതും ആരോഗ്യരംഗത്തെ പുരോഗതി നേടിയതും ഒരു കുറ്റമായിട്ടാണ് ഈ ജോർജ് കുര്യൻ കാണുന്നത്. എന്തൊരു ഇങ്ങനെയുള്ള കേന്ദ്ര മന്ത്രിമാരൊക്കെ ഉള്ള ഒരു നാട്ടില് എങ്ങനെയാണ് സാമാന്യ ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നത്? നമ്മളത് മനസ്സിലാക്കേണ്ടത് വളരെ വിവാദമായിരിക്കുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതിനെ മുൻപേജിൽ പോലും കേരളത്തിനെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തിയ കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയുള്ള ദേശാഭിമാനി പോലുള്ള മാധ്യമങ്ങൾ വെച്ചിട്ടുണ്ട്. ഒരു മാധ്യമങ്ങളും അത് ഒരു വരി പോലും എഴുതിയിട്ടില്ല. അകത്തെ പേജിലെങ്ങാണ്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഈ രണ്ടാമത്തെ കാര്യം കാർഷിക മേഖല ഒന്ന് ആലോചിച്ച് നോക്കും. കൃഷിക്കാരോട് ഇത്രയും അവഗണന കാണിച്ചിട്ടുണ്ട് സർക്കാരുണ്ട്. മധ്യവർഗത്തിനെയും ഉപരിവർഗത്തിനെയും തലോടിക്കൊണ്ട് അവരുടെ പോക്കറ്റിലേക്ക് ഫണ്ടുകൾ സ്വരൂപിക്കുന്ന ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് സാധാരണക്കാരുടെ 100% അവഗണിച്ചിട്ട് അതിനെ പാടിപ്പുകളുടെ മാധ്യമങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? അപ്പൊ ഇനിയിപ്പോ കേരളത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്നതാണ് എയിംസിനെ കുറിച്ച് അക്ഷരം പോലും അതിനകത്ത് വേണ്ടിയിട്ടുണ്ട്. എയിംസിനെ കുറിച്ച് ജോർജ് കുര്യനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അത് ഈ ബഡ്ജറ്റിൽ അവതരിപ്പിക്കണം എന്നുള്ളതാണ്. കഴിഞ്ഞ ബഡ്ജറ്റുകളെല്ലാം ഇന്ത്യയിലെ ഏതാണ്ട് 25-26 സംസ്ഥാനങ്ങൾക്ക് ഓൾറെഡി തന്നെ എയിംസ് അനുവദിച്ചു കഴിഞ്ഞു. അപ്പൊ പിന്നെ അവരെങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നത്? രണ്ടാമത്തെ കാര്യം, വയനാട് പാക്കേജ് ഏറ്റവും വലിയ നിരുത്തരവാദപരമായിട്ടുള്ള ഏറ്റവും വലിയ ശത്രുത കാണിച്ചിരിക്കുന്നത് വയനാട്ടിലെ പാവപ്പെട്ട ജനങ്ങളോട്. ഏതാണ്ട് 600ഓളം ജനങ്ങൾ മണ്ണിനടിയിൽ പോയി ജീവൻ നഷ്ടപ്പെട്ട ഇന്ത്യയുടെ ഏറ്റവും വലിയ ദുരിതങ്ങളിലൊന്നായ വയനാടോട് കാണിച്ച ഈ കടുത്ത ദ്രോഹം, അത് ദേശദ്രോഹമല്ലേ? ഞാൻ ചോദിക്കട്ടെ, വയനാട് ദുരന്തമുണ്ടായാലും കേവലം 20 ദിവസങ്ങൾക്ക് ശേഷം ആന്ധ്രയിലും തെലങ്കാനയിലും ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാലും 35 പേര് മരിച്ചുപോയി. കേന്ദ്ര കൃഷിമന്ത്രി ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ ലാൻഡ് ചെയ്തിട്ട് പ്രഖ്യാപിച്ചത്ര 3440 കോടി രൂപയാണ് കോമ്പൻസേഷനായിട്ട് അടിയന്തരമായിട്ട് അനുവദിച്ചിരിക്കുന്നത്. ഇന്ന് വരെ ഈ വയനാട്ടിൽ ഒരു ചെറിയ എമൗണ്ട്, ഒരു രൂപ പോലും ഈ പറയുന്ന കേന്ദ്ര സർക്കാർ സഹായമായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പൊ വയനാടും കേരളവും ഇന്ത്യയിലല്ലേ? അത് മനസ്സിലാക്കണം. നമ്മൾ വേറൊരു കാര്യം ഈ പ്രേക്ഷകരായാലും ചിന്തിക്കണം. പാകിസ്ഥാനിൽ പ്രളയം ഉണ്ടായപ്പോൾ ഇന്ത്യയുടെ കരസേനയും അതുപോലെ തന്നെ നമ്മുടെ വ്യോമസേനയും അവിടെ ഭക്ഷണസാധനങ്ങളും റീഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങളുമായിട്ട് അവിടെ പാഞ്ഞെത്തി. ഇതുപോലെ തന്നെ നേപ്പാള്, ഭൂട്ടാൻ പോലുള്ള രാജ്യങ്ങൾ, ബംഗ്ലാദേശില് ഏറ്റവും റീസെന്റ് ആയിട്ട് നമുക്ക് പറയാവുന്ന ചൂടുവല എന്ന് പറയുന്നത് ശ്രീലങ്കയിൽ നടന്ന പട്ടിണി പ്രശ്നമാണ്. അവിടുത്തെ താഴെ ഇറക്കേണ്ട സാഹചര്യം അത് തന്നെയാണ് ശ്രീ റെജി ലൂക്കോസ്. നമുക്കറിയാം, ഈ വയനാടിന് വേണ്ടി നമ്മൾ വല്ലാത്ത മുറവിളി കൂട്ടുമ്പോൾ
വയനാട് പ്രശ്നമുണ്ടായി, വയനാട് ദുരന്തമുണ്ടായതിൻ്റെ പിന്നാലെയാണ് ബീഹാറിലും ആന്ധ്രാപ്രദേശിലും അടക്കെ ഒരു കണക്കുകൂട്ടലും ഒരു മാനദണ്ഡവും ഇല്ലാതെ 3000 10,000 കോടി കൊടുക്കുകയാണ്. താങ്കൾ പറഞ്ഞ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ. അതല്ല, മാത്രമല്ല ബീഹാർ പറയാറുണ്ട്, ഇന്നലെ ജോർജ് കുര്യൻ പറഞ്ഞതുപോലെ ബജറ്റിലല്ല പ്രഖ്യാപിക്കുന്നത്. അങ്ങനെയാണ് ബീഹാറിൽ മഖാന ബോർഡ് പ്രഖ്യാപിച്ചതോ ബീഹാറിലെ ഗ്രീൻഫീൽഡ് വിമാനത്താവളമോ? അത് ഇതെല്ലാം പരിശോധിക്കണ്ടേ? ഇത് കൃത്യമാണ്, തെരഞ്ഞെടുപ്പ് ബജറ്റാണ്, ഈ രാജ്യത്തിന് വേണ്ടിയല്ല. ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഡോക്ടർ കെ എൻ ഹല്ലാലാണെന്ന് തോന്നുന്നു, കെ എൻ ഹല്ലാലോ ഡോക്ടർ രാംകുമാർ ആണെന്ന് തോന്നുന്നു, ഒരു മിനിമം മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇവർക്ക് ബോധ്യമുണ്ടോ എന്ന ചോദ്യം ചോദിച്ചു. പക്ഷേ എനിക്ക് തോന്നില്ല, ആ കൃത്യമായി തന്നെ കഴിഞ്ഞ തവണ എക്കണോമിക് സർവേ, മിനിഞ്ഞാന്ന് എക്കണോമിക് സർവേ പുറത്തുവിട്ടപ്പോൾ കൃത്യമായി കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള സുസ്ഥിര വികസന മോഡലിനെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി അറിയാം, കേരളം കൃത്യമായി പണിയെടുക്കുന്ന സംസ്ഥാനമാണ്, കേരളം അങ്ങനെയാണ് വികസനത്തിൻ്റെ സൂചികയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഇതൊക്കെ കൃത്യമായി അറിയുകയും ചെയ്യാം, എന്നാലൊന്നും ചെയ്യുകയും ചെയ്യില്ല. ഇതാണ് നിലപാട്. അത് കൃത്യമായ രാഷ്ട്രീയമാണ്. തീർച്ചയായിട്ടും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു, ലോകത്തിലെ മലയാളി സമൂഹത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തുന്നു. കേരളം നേടിയെടുത്ത നേട്ടങ്ങൾ ഒരു കുറവായി കാണുന്ന ഒരു കേന്ദ്രമന്ത്രി കേരളത്തിൽ നിന്നുണ്ടെന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയത്, എങ്ങനെ ഇങ്ങനെ പറയാൻ സാധിക്കും? കേരളത്തിന് ₹1 പോലും ബഡ്ജറ്റ് ആനുകൂല്യം നൽകാത്ത ആ ബഡ്ജറ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ന്യായീകരണം. അപ്പൊ ഇവരൊക്കെ കേരളത്തിൽ നിന്നും കേന്ദ്രത്തിലേക്ക് ഒരു മന്ത്രിയായിട്ട് പോകുമ്പോൾ കേരളത്തിനെ ദ്രോഹിക്കാനുണ്ടല്ലോ പോകുന്നത്. സ്വാഭാവികമായി കിട്ടുന്നതിന്റെ 1% കേരളത്തിന് കിട്ടണ്ടേ? ഇനി മറ്റൊരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് 19 പ്രതിപക്ഷ എംപിമാർ മുന്നിലുണ്ട്. കഴിഞ്ഞ പാർലമെന്റിലും ഈ 19ഓളം എണ്ണമുണ്ട്. ഒരാള് ഭരണകക്ഷി എന്നുള്ള. ഇവര് കാലങ്ങളായിട്ട് കേന്ദ്രത്തിൽ എന്ത് നൽകി എംപിമാർ നൽകിയില്ല. എംപിമാരുടെ ഭാഗത്തു നിന്നും കേരളത്തിനെതിരായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നത് അവർക്കറിയാം. കാരണം എന്തുകൊണ്ടാ? കേരളയിൽ അവർ 3 നിവേദനം കൊടുത്തു കേന്ദ്ര സർക്കാരിന്, ഒരു കാരണവശാലും അനുവദിക്കരുത് പറഞ്ഞു. ഏറ്റവും അവിശ്വസനീയം എന്ന് പറയുന്നത് ഗ്രീൻ ഹൈവേ, നമ്മുടെ ബെംസി റോഡിന് പാരലായിട്ട് തിരുവനന്തപുരത്ത് അങ്കമാലി വരെയുള്ള ഗ്രീൻ ഹൈവേക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി പച്ചക്കൊടി കാണിച്ചപ്പോൾ അതവിടെ വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിവേദനം കൊടുത്ത എം പി ഉണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ വികസന പ്രവർത്തനം, ഇപ്പൊ നമ്മുടെ നാഷണൽ ഹൈവേ വികസനം, അതിനെതിരെ കേന്ദ്രത്തിന് നിവേദനം കൊടുത്തു. കേരളത്തിൽ എന്ത് കാര്യങ്ങൾ കേരള സർക്കാരും ജനങ്ങളും ആവശ്യപ്പെട്ടാൽ അത് പാടില്ല എന്ന് പറഞ്ഞ് നിവേദനം കൊടുക്കുന്ന എം പിമാര് ലോകത്തിൽ എവിടെയെങ്കിലും രാജ്യത്തുണ്ടായിട്ടുണ്ട് സ്വന്തം നാട്ടിൽ വികസനം കൊണ്ടുവരാൻ പാടില്ലെന്ന്. അപ്പൊ അതുകൊണ്ട് കേന്ദ്ര സർക്കാർ അറിയാം കേരളത്തിനെ അവഗണിക്കുന്നത്. ഒരുപക്ഷെ റജി ലൂക്കോസ്, നമ്മൾ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ചക്കിക്കൊത്ത ശങ്കരൻ എന്നൊരു ചൊല്ലുണ്ട്. കാരണം BJP എന്താണോ പറയുന്നത് അത് തന്നെയാണ് കോൺഗ്രസ് പിന്നാലെ നടക്കുക. കാരണം കോൺഗ്രസ് പണ്ട് കാട്ടിക്കൂട്ടിയതൊക്കെ തന്നെ BJP അതിശക്തമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ശ്രീ റജി ലൂക്കോസ്, ഏതായാലും വളരെ നന്ദി ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചത്.